ഗന്ധർവൻ്റെ റോളുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത്. അപ്പോൾ ആ ഗന്ധർവനെ ഞാൻ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ഒരു ഐറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് ഞാനവിടെ ചെല്ലുമ്പോൾ ഞാൻ കാണുന്നത് ഒരു 150 വേറെ ഗന്ധർവന്മാർ അവിടെ ഓൾറെഡി. രാജേഷ് നമ്മൾ രണ്ടാളി കോമൺ ഫ്രണ്ട്സ് വിളിച്ച് പറഞ്ഞു പറയട്ടെ, ആ കള്ളനെ ഞാൻ ഇന്നലെ കൂടി കണ്ടത്, അതിന് എന്നോടൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു. വളരെ ആകാംക്ഷയോടെ വളരെ എക്സൈറ്റഡായിട്ട് കാത്തിരിക്കുന്ന ഒരു മൂവിയാണ് ഞാൻ തന്നെ ചെയ്ത ഒരു സിനിമയുടെ. അതിലുണ്ടായിരുന്ന 2 കഥാപാത്രങ്ങളുടെ സ്പിൻ ഓഫ് എടുത്തിട്ട് പുതിയ ആളൊന്നുമില്ല, ഇതേപോലെ തന്നെ സ്പിൻ ഓഫ് ആയിരുന്നു. ഇതാരുടെ സ്പിൻ ഓഫാണ്? ഓക്കെ, അപ്പം അത് എന്നാത്ത കേസോട് എന്ന സിനിമയിലെ സുരേഷിനെയും സുമിലതയും അവരുടെ ഒരു ഹൃദയഹാരിയായ പ്രണയകഥയാണ്. അതേ പേരിൽ സിനിമയായിട്ട് റിലീസ് ചെയ്യാൻ പോകുന്നു. സോ അതിൻ്റെ ഒരു സോങ് റിലീസ് ഇപ്പോൾ ഇവിടെ ഇറക്കാൻ പോവുകയാണ്. അതിൻ്റെ മെയിൻ ആക്ടേഴ്സ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, അതിൻ്റെ ക്രൂ എല്ലാവരും ഉണ്ട്. പിന്നെ മെയിനാണ് ഇവിടെ പുറകിൽ ഇരിപ്പുണ്ട് നിതീഷ് ബാലകൃഷ്ണ പൊതുവാൾ. സോ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ടീമിൻ്റെ കൂടെ വീണ്ടും ഒന്ന് ചേരാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം. ആൻഡ് സോ ദാറ്റ് എക്സൈറ്റ്മെൻറ്റ് ആ സിനിമയിലൂടെ റിലീസാകുന്ന സിനിമയിലൂടെ വീണ്ടും പ്രേക്ഷകർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ കീപ്പിംഗ് ഫിംഗേഴ്സ് ക്രോസ്ഡ്. ആദ്യമായിട്ടാണ്, പിന്നെ എക്സ്പീരിയൻസ് നല്ലതായിരുന്നു. അടിപൊളി. ഞാനും അതെ ഫസ്റ്റ് അത് സുരേഷിൻ്റെയും സുമലതയുടെയും ഒരു വെറൈറ്റി ഓക്കായി പോയി. ഓക്കെ, ഇനി മുതൽ നിങ്ങൾ അങ്ങനെ വിളിക്കേണ്ടതാണ്. പക്ഷെ ഞാനൊരു സസ്പെൻസ് ആക്കി വെച്ചിരിക്കുകയാണ്. കാര്യം അതൊരു അപ്കമിങ് ഒരു സർപ്രൈസ് ആണ്. സോ നമ്മളത് കൂടുതലായിട്ട് അതിലേക്ക് പോകുന്നില്ല. പക്ഷെ വൈറലായിട്ട് എല്ലാവരും അറിഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. ഇവരൊരു സേവ് ദ ഡേറ്റ് വീഡിയോ റിലീസ് ചെയ്തതിന് ശേഷം എല്ലാവരും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എന്താ സംഭവിച്ചു, ഇവർ കല്യാണം കഴിച്ചോ കഴിച്ചിട്ടില്ലേ? ഒരു വളരെ സ്മാർട്ടായിട്ടുള്ളൊരു പ്രോമോ തന്നെയാണ്. ആരാണ് ഇതിനൊരു ബ്രെയിൻ ചൈൽഡ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാമെന്നുള്ളൊരു ഐഡിയ, അല്ലെങ്കിൽ എങ്ങനെയാണ്? ആൻഡ് ഓൾസോ ഞാൻ ചിത്രയുടെ ഫേസ്ബുക്ക് പേജിൽ കണ്ടിരുന്നു, അതായത് അമ്മയ്ക്ക് അറിയാമായിരുന്നു പക്ഷേ അച്ഛനും ഫ്രണ്ട്സും ഞെട്ടി എന്ന് പറഞ്ഞിട്ട്. സോ വാട്ട് വാസ് ദ റിയാക്ഷൻ? വീട്ടിലൊക്കെ അറിഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു? ഇതെല്ലാവരോടും പറഞ്ഞിട്ടായിരുന്നോ ചെയ്തേ? എന്തായിരുന്നു ഒരു സിറ്റുവേഷൻ? അതൊന്നും പറയാമോ? അത് ഭയങ്കര വെറൈറ്റി പരിപാടി. പറയല്ലേ എന്ന് കൈയൊക്കെ ഇവിടുന്ന് കാണിക്കുന്നുണ്ട്. പറയാൻ പറ്റുന്നത് നമ്മളോട് പറഞ്ഞാൽ മതി. ഭയങ്കര വെറൈറ്റി പരിപാടിയായിരുന്നു അത്. പിന്നെ ഐഡിയ നമ്മുടെ ഇങ്ങനത്തെ എല്ലാ ഐഡിയ നമ്മുടെ ക്യാപ്റ്റൻ രതീഷേൻ്റെ ഐഡിയ ആയിരുന്നു അത്. ആദ്യം കുറേ ഫ്രണ്ട്സൊക്കെ ഞെട്ടിപ്പോയി. നമ്മളാരും അങ്ങനെ പുറത്തൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് എല്ലാവരും ഞെട്ടി. കുറച്ച് ആൾക്കാരൊക്കെ വിളിച്ചു, പിന്നെ നന്നായി മക്കളെ എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ. പക്ഷെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഈ 16-ന് തീരുന്നതാണ്. സസ്പെൻസ്. യെസ്, ചിത്രിക എന്നാണ് പറയുന്നത്. എന്നോട് രാജേഷ് നമ്മൾ രണ്ടാളി കോമൺ ഫ്രണ്ട്സ് വിളിച്ച് പറഞ്ഞു പറയട്ടെ, ആ കള്ളനെ ഞാൻ ഇന്നലെ കൂടി കണ്ടത്, അതിന് എന്നോടൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അങ്ങനെ മൂവി ഒരു കോമഡി മൂവിയാണ്. നോർമലി കോമഡി മൂവി എടുക്കാനേ അറിയും. അതുകൊണ്ട് ഇതൊരു കോമഡി മൂവിയാണ്. സുരേഷിൻ്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ. നിങ്ങൾ സുരേഷിനെയും സുമലതയുടെയും അന്നത്തെ കേസ് സിനിമ കണ്ട് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞത് കൊണ്ടാണ് ഈ ഒരു റിസ്ക് എടുക്കാൻ നമ്മൾ തയ്യാറായത്. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട സുരേഷിനെയും സുമലതയെ തന്നെ ഈ സിനിമയിൽ കാണാൻ പറ്റുമെന്ന് നമ്മൾ എല്ലാവരും ഉറപ്പ് തരുന്നു. ശരിക്കും ഈ സിനിമയിൽ ഗന്ധർവൻ്റെ റോളുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത്. അടിപൊളി, ഞാൻ ഗന്ധർവൻ്റെ സിനിമ അതിന് വേണ്ടി കണ്ടിട്ടുള്ളതാണ്. അപ്പം എന്നാത്ത കേസോട് കഴിഞ്ഞിട്ട് അദ്ദേഹം എടുക്കുമ്പോൾ ആ ഗന്ധർവനെ ഞാൻ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ഒരു ഐറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് ഞാനവിടെ ചെല്ലുമ്പോൾ ഞാൻ കാണുന്നത് ഒരു 150 വേറെ ഗന്ധർവന്മാർ അവിടെ ഓൾറെഡി. ഇങ്ങനെ നമ്മളതായിരുന്ന ഒരു ടീമാണ്. സോ പക്ഷേ ആ ഒരു നമ്മൾ പ്രതീക്ഷിക്കാത്ത പലതും ഈ പറഞ്ഞ പോലെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഫണ്ണി ആയിട്ടുള്ള ഒരുപാട് ഇൻസിഡൻസ് ഉള്ളൊരു സിനിമയാണ് സുരേഷിനും സുമലതയും എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. സോ തിയേറ്ററിൽ വന്ന് കാണാനായിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻറ്റാണ് ഞാനും. ഹോപ്പ്ഫുള്ളി ഫിലിം ഷുഡ് ഡു വെൽ.